ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഇഫ്താർ ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇത് ട്രൂ ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ട് ബ്ലെൻഡ്സ് ആണ്. എല്ലാ ഫ്രൂട്ടിൻ്റെയും ഫ്ലേവർ അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ അടുത്തിപ്പോൾ ഉള്ളത് ടെൻഡർ കോക്കനട്ടും പിന്നെ സപ്പോട്ടയാണ്. ഇത് ഒത്തിരി നല്ല ടേസ്റ്റിയാണ്, എന്നാൽ നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളാണ്. അപ്പം ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ലുലുന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. ഇവിടെ ലുലുവിൽ അവൈലബിൾ ആണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിതെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പലപ്പോഴും മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കാൻ മടിച്ചിട്ട് നമ്മൾ പുറത്ത് റിഫ്രഷ്മെൻറ്റിൽ നിന്ന് മേടിക്കാറുണ്ട്. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒരു ബോക്സ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഒരു 8 months വരെ നമുക്ക് നമ്മുടെ ഫ്രീസറിൽ ഒരു കേടും കൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ആവശ്യാനുസരണം നമുക്കെടുത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒറിജിനൽ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കി കൊടുക്കാണ്ടി പറ്റും. ഇപ്പം നമുക്കൊരു ഫ്രൂട്ടിൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് നമ്മുടെ ഫ്രീസറിലുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാണ്ടി പറ്റും. അപ്പോൾ ഒത്തിരി നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. പിന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം എനിക്കിതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ടെൻഡർ കോക്കനട്ടിൻ്റെയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഉറക്കാത്ത കരിക്ക് കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ ടേസ്റ്റ് വരുന്നത്. എല്ലാ ഫ്ലേവറും അതുപോലെ തന്നെയാണ്, പക്ഷേ ടെൻഡർ കോക്കനട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഫ്രീസറിലായതുകൊണ്ട് കുറച്ച് മുന്നേ തന്നെ ഈ ബോക്സ് എടുത്ത് പുറത്ത് വെക്കാം. പിന്നെ നമുക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇത് ഫ്രൂട്ട് ബ്ലെൻഡ്സ് ഒറിജിനൽ പൾപ്പാണെന്നാണ് പറയുന്നത്, അതേ ടേസ്റ്റുമാണ് കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആകെ മിൽക്ക് മാത്രമാണ്. പാല് മാത്രം ആഡ് ചെയ്താൽ മതി. അതിൽ ഷുഗറും ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ട് മിൽക്ക് മാത്രം മതി. അതിനുശേഷം നമുക്ക് ഒന്ന് അടിച്ചെടുത്താൽ മതി. 2 കറങ്ങിയാൽ തന്നെ ഓക്കെയാണ്. പിന്നെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. ഒത്തിരി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് ടെൻഡർ കോക്കനട്ടിൻ്റെ മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ഇത് നാട്ടിലും ഈസി അവൈലബിൾ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്